ഹായ്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ GS സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു പ്രോഗ്രാമാണ് ലീഡ് IASലെ ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഒരു 6 മണിക്ക് ഞങ്ങൾ ആൻസർ എഴുതാൻ വരുമായിരുന്നു. ആൻഡ് 6 to 6:30 UPSCയുടെ തന്നെ 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂം ഏകദേശം 60ഓളം കുട്ടികൾ വളരെ സ്പീഡിൽ കോമ്പീറ്റൻ്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് 6 to 6:30 എഴുതിയതിന് ശേഷം നെക്സ്റ്റ് ഹാഫ് ആൻ അവർ ശരത് സാറിൻ്റെ ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ ആ ഡിസ്കഷൻ കഴിയുമ്പോൾ തന്നെ ഏകദേശം കണ്ടൻറ്റ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ആൻഡ് നമ്മുടെ നോട്ടിലോട്ട് തന്നെ അത് ആഡ് ചെയ്യും. പിന്നെ അതിനുവേണ്ടി നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ ഫോർ ഡെയിലി ഒരു 1.5 hours തന്നെ PYQ ഏകദേശം കംപ്ലീറ്റ് ആയി. ആൻഡ് ഇതിനോടൊപ്പം നമ്മൾ ഫ്രെയിം വർക്ക് അപ്രോച്ച് കൂടുതലായിട്ട് ശരത് സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 5 to 6 points എഴുതുന്നതിലും എൻ്റെ പോയിൻറ്റ്സ് 6 ഒരു 12 to 13 ആവാൻ ഹെൽപ്പ് ചെയ്തത് ആ ഫ്രെയിം വർക്ക് അപ്രോച്ചാണ്. ആൻഡ് ഫ്രെയിം വർക്ക് അപ്രോച്ച് ഒരു പനൈസയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ മാക്സിമൈസേഷന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് മൂന്നാമതായിട്ട് ബൗൺസർ ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നുള്ളതും ഈ ഡെയിലി പ്രാക്ടീസ് വഴിയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ ആൻസറും എൻ്റെ 50th ഡേ ആൻസറും എടുത്ത് നോക്കുമ്പോൾ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ പോലും അറിയാതെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ശരത് സർ ആൻഡ് ലീഡ് IAS ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം. ഈ ഫ്രെയിം വർക്ക് അപ്രോച്ച് ഞാൻ എങ്ങനെയാണ് UPSCയിൽ അപ്ലൈ ചെയ്തതെന്ന് ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ആർ ദ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് ഓഫ് IT ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ? അപ്പോൾ നമുക്കിതിനെ ആദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്യാം: സോഷ്യൽ ഇമ്പാക്ട്, എക്കണോമിക് ഇമ്പാക്ട് ആൻഡ് പോസിറ്റീവ് സോഷ്യൽ ഇമ്പാക്ട്, നെഗറ്റീവ് സോഷ്യൽ ഇമ്പാക്ട്, പോസിറ്റീവ് എക്കണോമിക് ഇമ്പാക്ട്, നെഗറ്റീവ് എക്കണോമിക് ഇമ്പാക്ട്. അപ്പോൾ ഈ സോഷ്യലിനെ തന്നെ ഞാനൊരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റീനെ നമുക്ക് വിമൻ, കാസ്റ്റ്, ഫാമിലി, ക്വിസീൻ, ഡ്രസ്സിങ്, ഫെസ്റ്റിവൽസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ മൊബിലിറ്റി, ഇങ്ങനെ 10 dimensions നമുക്ക് സൊസൈറ്റീനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 10 dimensions നമുക്ക് 10 പോസിറ്റീവ് ഇമ്പാക്ട്സും 10 നെഗറ്റീവ് ഇമ്പാക്ട്സും കിട്ടും. അതുപോലെ എക്കണോമിനെ തന്നെ ഞാനൊരു 16 dimension സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു: GDP, ഇൻഫ്ലേഷൻ, ബാങ്കിങ്, എക്സ്റ്റേണൽ സെക്ടർ, ട്രേഡ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിജിറ്റൈസേഷൻ, എക്സ്പോർട്സ്, അങ്ങനെ പറഞ്ഞൊരു 16. ഏകദേശം നമ്മുടെ UPSCയുടെ സിലബസ് തന്നെയാണ് ഞാൻ ഫ്രെയിം വർക്കായിട്ട് എക്കണോമിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോയിൻറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ റിലേറ്റീവ്ലി ഈസിയർ ആയിരുന്നു. ഇപ്പോൾ സൊസൈറ്റിയിൽ നമുക്ക് 10 dimensions ആൻഡ് എക്കണോമിയിൽ നമുക്ക് 16 dimensions കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് ഒരു പനേസിയായിട്ട് നിങ്ങൾ കാണരുത്, പക്ഷേ നമ്മുടെ പോയിന്റ് മാക്സിമൈസേഷനെ ഒരുപാട് എയ്ഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് മോർ അബൌട്ട് ദ സെയിം. ഞാൻ GS 3 ഇവിടെ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ്. സോ അന്ന് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫ്രെയിം വർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Lead IAS, #1 IAS Academy in Kerala.